സംഭവങ്ങൾക്ക് ഒരു പൊതു പശ്ചാത്തലം ഉണ്ടാവാറുണ്ട്. ആ പൊതു പശ്ചാത്തലം തിരഞ്ഞെടുപ്പാണ്. ഏതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പ് തോൽവി ഉണ്ടായാൽ ആ തോൽവിയുടെ ഉത്തരവാദിത്വം ഈ നാട്ടിലെ മുസ്ലിം ലീഗിലേക്കോ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിലേക്കോ കെട്ടിവെക്കുക എന്നത് ഇവരുടെ കാലങ്ങളായുള്ള ശീലമാണ്. ഒരുപക്ഷെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രസ്താവനയ്ക്കും അങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട്. MSF കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും സ്കൂൾ തിരഞ്ഞെടുപ്പുകളിലും അജയ്യമായി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ സോഷ്യൽ മീഡിയ ട്രോളുകളൊക്കെ ഓർമ്മിപ്പിക്കുന്നത് കണക്കെ ഇവരൊന്ന് ജയിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് നാട്ടുകാർ ആഗ്രഹിക്കുന്നുണ്ട്. SFIയെ കുറിച്ചാണ്. MSF തോൽക്കണമെന്നും SFI വിജയിക്കണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതല്ല അതിനർത്ഥം. SFI തോറ്റാൽ അതിൻ്റെ പ്രശ്നം അനുഭവിക്കുന്നത് SFIക്കാർ പോലുമല്ല, അത് ഇവിടുത്തെ പൊതുസമൂഹമാണ് എന്നതുകൊണ്ട്. ഞങ്ങൾ തോറ്റാൽ നിങ്ങൾ തോൽക്കും എന്ന് പറഞ്ഞ പഴയ ട്രോളല്ല. പകരം ഇവിടുത്തെ പൊതുസമൂഹം അത് അനുഭവിക്കേണ്ടി വരുന്നത് SFIയോ CPIMോ തോറ്റാൽ ഇറക്കുന്ന ഈ വർഗീയ കാർഡ് കൊണ്ടാണ്. മതനിരപേക്ഷ സ്വഭാവത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന കണക്ക് ഈ സമൂഹത്തിലേക്ക് ഇവർ വമിപ്പിക്കുന്ന വിശപ്പുക കൊണ്ടാണ്, വർഗീയതയുടെ വിശപ്പുക കൊണ്ട്. ഇപ്പോഴത്തെ പുതിയ കണ്ടെത്തൽ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടിന്റെ വിദ്യാർത്ഥി സംഘടനയും ഒക്കെ മുസ്ലിം ലീഗിനെ MSFനെ വിഴുങ്ങിയിരിക്കുന്നു എന്നതാണ്. മുസ്ലിം ലീഗിനോ അല്ലെങ്കിൽ MSFനോ സംസാരിക്കാൻ ഇവരുടെയൊന്നും നാക്ക് കടമെടുക്കേണ്ട ആവശ്യമില്ല എന്നത് പലതവണ ഞങ്ങളുടെ കുട്ടികൾ തെളിയിച്ചിട്ടുള്ളതാണ്. ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ക്യാമ്പസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥി സംഘടനയ്ക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഈ ആരോപിക്കുന്ന വിദ്യാർത്ഥി സംഘടനയ്ക്ക് ചരിത്രത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഏതെങ്കിലും ഒരു കലാലയത്തിൽ നിന്ന് അവരുടെ ഒരു വിദ്യാർത്ഥി പ്രതിനിധിയെ യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കാൻ സാധിച്ചിട്ടുള്ളൂ, UUC പോസ്റ്റിൽ വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അത് സംഭവിച്ചിട്ടുള്ളത് മലപ്പുറത്താണ്. വിധി എഴുതി തള്ളാൻ വരട്ടെ, മലപ്പുറത്ത് ജെംസ് കോളേജ് എന്ന് പറയുന്ന കലാലയത്തിൽ MSFനെ തോൽപ്പിക്കാൻ വേണ്ടി SFI പിന്തുണ കൊടുത്താണ് CFIയുടെ ഒരു സ്ഥാനാർത്ഥി ആദ്യമായി വിജയിച്ചു കയറുന്നത്. അഥവാ ക്യാമ്പസ് ഫ്രണ്ടിന് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി ഒരു വിദ്യാർത്ഥി പ്രതിനിധി ഉണ്ടാകുന്നത് SFIയുടെ പിന്തുണയോടുകൂടിയാണ്. അതും എന്തിനു വേണ്ടി? MSFനെ തകർക്കാൻ വേണ്ടി മാത്രം. ആ SFI ആണ് ഇത് പറയുന്നത്. മറ്റൊന്ന് ജമാഅത്തിനെ കുറിച്ചാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനക്കും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് എൻട്രി നൽകുന്നതും വിസിബിലിറ്റി നൽകുന്നതും CPIM ആണ് എന്നത് ഒരു പൊതു സത്യമാണ്. പക്ഷേ നമ്മുടെ മറുപടി ഇതല്ല. ജമാഅത്തിനെയോ PFIയോ കൂട്ടുപിടിക്കുന്നു എന്നതിനെ കുറിച്ചേ അല്ല വിഷയം. ഇവരുയർത്തിവിടുന്നു ഈ വർഗീയതാണ്, മുസ്ലിം പേടിയാണ്. ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോഴേക്ക് അത് പ്രിയങ്ക ഗാന്ധി ജയിച്ചാലായാലും ശരി, നിലമ്പൂരിലൊരു തെരഞ്ഞെടുപ്പ് നടന്നാലും ശരി, ഏതോ കാലത്തെന്ന പോലെ അമീറും ഹസനും കുഞ്ഞാലിക്കുട്ടിയും വന്ന് ഈ കേരളത്തെ മുഴുവനായി മുച്ചൂടും മുടിക്കുമെന്ന് ഭയപ്പാടുണ്ടാക്കുന്നതായാലും ശരി, കാലാകാലങ്ങളിൽ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി അല്ലെങ്കിൽ താൽക്കാലികമായ ലാഭങ്ങൾക്ക് വേണ്ടി CPIM അല്ലെങ്കിൽ SFI ഉപയോഗിക്കുന്ന സ്ഥിരം ചാട്ടുളിയാണ് വർഗീയത എന്ന് പറയുന്നത്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഭീതിതമായ ഒരു എഫക്റ്റാണ് ജനങ്ങളിൽ അതുണ്ടാക്കുന്നത് എന്ന്. വളരെ സാഹോദര്യത്തോടു കൂടി ജനിച്ച് വളർന്ന മനുഷ്യന്മാരുടെ ഇടയിലേക്ക് ഇങ്ങനെയുള്ള ഭീതി ഉളവാക്കുന്ന വാക്കുകൾ ഉണ്ടാക്കുന്നത്, പ്രസ്താവനകൾ ഇറക്കുന്നത്, അങ്ങനെ ഒരു വിശ്വാസം ജനങ്ങൾക്കുള്ളിൽ തന്നെ സൃഷ്ടിക്കുന്നത് എന്തൊരു ഡെപ്തുള്ള, എന്തൊരു ആഴമുള്ളൊരു പ്രശ്നമാണത്. കമ്മ്യൂണിസം തൊട്ടടുത്ത ഭാവിക്ക് വേണ്ടി മാത്രമുള്ള ചലനാത്മകത്വവും അത്യാവശ്യ മാതൃകയുമാണെന്നും അത് മാനവീയമായ ഒരു വികാസത്തെയും ലക്ഷ്യം വെക്കുന്നില്ല എന്നും പറഞ്ഞത് കാറൽ മാർക്സ് തന്നെയാണ്. അഥവാ ചെറിയൊരു ഭാവിക്ക് വേണ്ടിയുള്ള, ചെറിയൊരു കാലഘട്ടത്തിന് വേണ്ടിയുള്ള ഒരു സെറ്റപ്പാണ് മാർക്സിസം എന്ന് പറഞ്ഞിട്ടുള്ളത് കാറൽ മാർക്സ് തന്നെയാണ്. ഇതെല്ലാ കാലത്തേക്കും വേണ്ടിയുള്ള ഒരു വിശുദ്ധമായ പ്രമാണമാണെന്നോ വിശുദ്ധമായ സംഘടനയാണെന്നോ കാറൽ മാർക്സ് തന്നെ വിശ്വസിച്ചിട്ടില്ല. അങ്ങനെ ഔട്ട്ഡേറ്റഡ് ആയ ഒരു പ്രസ്ഥാനമാണ്. ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് സ്വയം വിളിക്കുകയും വലതുപക്ഷത്തിൻ്റെ മുഴുവൻ ആടയാഭരണങ്ങളും എടുത്തണിയുകയും ചെയ്യുന്ന, വലതുപക്ഷത്തെ മനോഹരമായ പേരിൽ ഇടതുപക്ഷമെന്ന് വിളിക്കുക എന്ന് മാത്രം ചെയ്യുന്ന ഒരു സംഘടന ഇന്ന് ചെയ്തു പോരുന്നത് വർഗീയതയിൽ ഊന്നി മാത്രം മുന്നോട്ട് പോവുക എന്നതാണ്. കാരണം ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ വേവുന്ന ഏറ്റവും നല്ല പരിപ്പ് വർഗീയതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്നത്തെ കമ്മ്യൂണിസം അതിൻ്റെ ചെറിയ രൂപമായ SFI മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് വിദ്യാർത്ഥികളുടെ പ്രബുദ്ധതയെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. ജനങ്ങളുടെ, വോട്ടർമാരുടെ രാഷ്ട്രീയ ബോധത്തെക്കുറിച്ചും യാതൊരു ധാരണയുമില്ല. കേവലമായ തെരഞ്ഞെടുപ്പ് വിജയത്തിനു വേണ്ടിയുള്ള ഈ തട്ടിക്കൂട്ട് വർഗീയത സെറ്റപ്പാണ് അവരുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ജനാധിപത്യത്തെ അഥവാ ഡെമോക്രസിയെ അട്ടിമറിച്ച ഒരു റുപ്പിയോക്രസിയാണെന്നും വർഗത്തിലൂന്നിയുള്ള രാഷ്ട്രീയത്തെ മാറ്റിമറിച്ചൊരു വർഗീയ രാഷ്ട്രീയവുമാണ് CPIM എന്ന് ഏറ്റവും ചുരുക്കത്തിൽ ചുരുക്കി പറയാവുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗിൻ്റെ പേരിനെ ചൊല്ലി ബേജാറാവുന്നത്. ആ പേരിനെ ചൊല്ലി ബേജാറാവണ്ട. ശരിയാണ്, ഞങ്ങളുടെ പേര് എല്ലാ കാലത്തും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ MSF എന്ന് തന്നെയാണ്. അതിൽ അഭിമാനിക്കുന്നേ ഉള്ളൂ. ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് ഒരു സാമുദായിക രാഷ്ട്രീയമാണ് എന്ന ബോധ്യവുമുണ്ട്.
അത് ഒരു സംവരണ തത്വത്തെ നോക്കിക്കാണുന്ന അതേ ലോജിക്കോടുകൂടി നോക്കിക്കാണേണ്ടുന്ന ഒന്നാണ്. ഈ നാട്ടിൽ ഇരകളാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിമിന് സ്വന്തമായ അസ്തിത്വം വേണം എന്ന് ഞങ്ങൾ എല്ലാ കാലവും പറയുന്നുണ്ട്. അത് ഒളിച്ചു പറയുന്നതല്ല, അത് തെളിച്ചു പറയുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ കൃത്യമായ ജനാധിപത്യ മാതൃകയിൽ എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ, എല്ലാ മനുഷ്യർക്കും വേണ്ടി നിലകൊണ്ട് മാത്രമേ ഞങ്ങൾ രാഷ്ട്രീയം സംസാരിക്കൂ എന്നും ഞങ്ങളുടെ നേതാക്കന്മാർ മുമ്പേ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ബാഫക്കി തങ്ങളും CH മുഹമ്മദ് കോയ സാഹിബും ഒക്കെ കൃത്യമായ ഇടവേളകളിൽ അത് ഈ നാടിനെ ബോധിപ്പിച്ചിട്ടുള്ളതുമാണ്. ഇനിയൊരു ബോധ്യപ്പെടുത്തലിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ആ പേര് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾക്കുള്ളിലും ആ വർഗീയതയുണ്ട്. SFI നേതാക്കന്മാർക്ക് ആദ്യം പിന്തുണയർപ്പിച്ചെത്തിയത് ശശികല ടീച്ചറാണെങ്കിൽ പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളിൽ ABVP എന്ന് പറയുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടന തന്നെ ഒരു പത്രസമ്മേളനം വിളിച്ച് SFIയെ താങ്കളുടെ നിരുപാധിക പിന്തുണ അറിയിക്കുന്നുണ്ട്. ഇതവർ അർഹിക്കുന്നുമുണ്ട്. ഒരുപക്ഷെ ABVPക്ക് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിക്കാൻ സാഹചര്യം ഒരുക്കി കൊടുത്തതിന് അവർ തന്നെ SFIയോട് നന്ദി പറയുന്നുണ്ടാവും. കാലങ്ങളായിക്കൊണ്ട് ABVPക്ക് പകരം ഞങ്ങളുണ്ട് എന്ന് ക്യാമ്പസുകളോട് പറയാൻ അല്ലെങ്കിൽ പൊതുസമൂഹത്തോട് പറയാൻ വിദ്യാർത്ഥി സംഘടനകൾക്കിടയിൽ SFI ഉണ്ടായിരുന്നുവല്ലോ. ഇപ്പോൾ നിങ്ങൾ രണ്ടാണ് എന്ന ബോധ്യപ്പെടുത്തലില്ലാത്ത വിധം ഒന്നായി ലയിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് പേരുകൂടി ഒന്നാക്കുന്ന കാര്യത്തെക്കുറിച്ചും ആലോചിക്കാം. MSFന് ഒരു കാലത്തും നിങ്ങൾ ഇങ്ങനെ ഒരു എതിരാളികളേ ആകുന്നില്ല.